അതോടൊപ്പം ഈ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ബിനിൽ അതിന്റെ വിവരങ്ങൾ നൽകും. ബിനിൽ, വളരെ കൃത്യമായ ഇടപെടൽ അവരും നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞാൽ അവർ മാനസികമായി വളരെ പ്രയാസപ്പെട്ടു പോയെന്നാണ് ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ. എങ്ങനെയാണ് നിയമപരമായി ശ്വേതാ മേനോൻ ഇതിനെ നേരിടുന്നത്? ദിവീഷ്, സ്വാഭാവികമായും ഇത്തരത്തിലൊരു എഫ്ഐആർ വരുമ്പോൾ ആരും മാനസികമായി തകർന്നു പോകും. അത് തന്നെയായിരിക്കും ശ്വേതാ മേനോന്റെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും അവർ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. നിയമപരമായ പോംവഴി തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അവർ ഹർജി നൽകിയിരിക്കുന്നു. അടിയന്തരമായി ഈ എഫ്ഐആർ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് അവർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടക്കാല ആവശ്യമായി അവർ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുകൂടി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വസ്തുതയുണ്ടോ, അതിൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിലേക്ക് കടക്കരുത്. ഈ എഫ്ഐആർ തന്നെ നിയമവിരുദ്ധമാണ്. കീഴ്ക്കോടതി, അതായത് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന മജിസ്ട്രേറ്റ് കോടതി നിയമപരമായ നടപടിക്രമങ്ങൾ അക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല. തെറ്റായ കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ എഫ്ഐആർ തന്നെ നിയമവിരുദ്ധമായതുകൊണ്ട് അത് റദ്ദാക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ നിയമവിരുദ്ധമായ ഒരു എഫ്ഐആറിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് ശരിയായി തോന്നുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് സ്റ്റേ ചെയ്യണം. അന്വേഷണവുമായി മുന്നോട്ട് പോകരുത്. അത് അടിയന്തരമായി സ്റ്റേ ചെയ്ത ശേഷം ഈ എഫ്ഐആറിലെ വസ്തുതകൾ പരിശോധിക്കണം എന്നതാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. ഇന്ന് കോടതി ആ ആവശ്യം പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടിയന്തരമായി സ്റ്റേ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് ശ്വേതാ മേനോന് വലിയ ആശ്വാസമായി മാറുകയും ചെയ്യും. എഫ്ഐആർ റദ്ദാക്കണമെങ്കിൽ സ്വാഭാവികമായും കോടതിക്ക് കൂടുതൽ വിശദമായ പരിശോധനകൾ അക്കാര്യത്തിൽ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ വിശദീകരണം തേടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒരു വിശദമായ വാദത്തിന് ശേഷം മാത്രമേ കോടതിക്ക് ഒരു എഫ്ഐആർ റദ്ദാക്കാൻ കഴിയൂ. പക്ഷേ ആ എഫ്ഐആർ റദ്ദാക്കുന്നതിന് മുൻപ് കോടതി ഈ അന്വേഷണം തന്നെ സ്റ്റേ ചെയ്യണം. കാരണം ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു എഫ്ഐആർ ആണ്. നിയമപ്രകാരം തനിക്കെതിരെ ഇത്തരത്തിലൊരു കുറ്റം ചുമത്താൻ കഴിയില്ല എന്ന വാദമാണ് അവർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എഫ്ഐആർ സ്റ്റേ ചെയ്യുമോ അല്ലയോ എന്നതാണ് ഇന്ന് അറിയാനുള്ളത്. ആ ഇടക്കാല ആശ്വാസം ശ്വേതാ മേനോന് കിട്ടുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് അമ്മ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് ഈ എഫ്ഐആർ സ്റ്റേ ചെയ്ത് കിട്ടിയാൽ തന്നെ അതൊരു വലിയ ആശ്വാസമായി മാറുകയും ചെയ്യും.